ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വറുത്തരച്ച മുട്ടക്കറിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അതിനുവേണ്ടി ഒരു 5 കോഴിമുട്ട പുഴുങ്ങി തൊണ്ടൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്തരയ്ക്കാനുള്ള വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു 2 പിടുത്തം നാളികേരം, 3 ചെറിയുള്ളി, 3 വെളുത്തുള്ളി ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇപ്പം ഞാൻ തീ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. ഇത് ഒന്ന് ചൂടായി വന്നപ്പോൾ നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ കുറച്ചിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൂട്ടുകയാണ്. ഇതൊന്ന് നമുക്കൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. പൊടി കരിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊടി കരിഞ്ഞു പോയാൽ ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നിർത്താണ്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചട്ടി ചൂടാറും. ഇനി ഞാൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി വലിയ 2 സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് നുറുക്കിയിട്ടുണ്ട്, 3 വെളുത്തുള്ളി, ഒരു കഞ്ഞി കഷ്ണം ഇഞ്ചി ഇത്രയും നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട്. വേവിക്കാനായിട്ട് കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കടായി ചൂടായി വന്നപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ നുറുക്കി വെച്ച സബോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാതും കൂടി മിക്സ് ആവുന്ന തരത്തിൽ നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കണം. തീ കൂട്ടിയിട്ടിട്ടാണ് ഇപ്പോൾ ഇളക്കി യോജിപ്പിക്കുന്നത്. നമുക്കിതൊരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമുണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യണം. ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. നേരത്തെ മൂപ്പിച്ച് വെച്ച നാളികേരമൊക്കെ ചൂടാറിയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഈ മല്ലിപ്പൊടിയുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഈ പൊടികൾ കരിയാണ്ട് ശ്രദ്ധിക്കണം. പെട്ടെന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിനി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരവ് ചേർത്ത് കൊടുക്കാം. അതിനു മുൻപ് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിട്ട് കൊടുക്കുന്നത്. ഇത് നമുക്ക് നോൺ വെജ് കറിയേക്കാളും സൂപ്പർ രുചിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് അരവ് ഒഴിച്ച് കൊടുക്കാം. നേരത്തെ അരച്ച് വെച്ച അരവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ആ മിക്സിയുടെ ജാറ് കഴിയ വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കറി ചോറിനും സൂപ്പറാണ്. നമ്മൾ ചിക്കൻ ഒക്കെ വെക്കുന്ന അതേ രുചിയിലാണ്. നന്നായിട്ട് നോൺ വെജ് കറിയാണെന്ന് തോന്നും. അതേപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല നോൺ വെജിൻ്റെ രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിത് ചേർത്ത് കൊടുത്തത്. അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇനി നമുക്ക് പുഴുങ്ങി മാറ്റി വെച്ച ആ മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ മുട്ടയൊക്കെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കാം. അപ്പം ഞാൻ വരഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്നൊരു ഈ മസാലയൊക്കെ മുട്ടയിൽ പിടിച്ച് കറി സെറ്റായി കിട്ടാൻ വേണ്ടി ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കുകയാണ്. ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയാവും. തീ കുറച്ചിട്ടിട്ടുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൂടി ഓപ്പൺ ചെയ്തപ്പോൾ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറി കുറുകി അടിപൊളി സെറ്റായി നല്ലൊരു മസാല മണം വരുന്നുണ്ട്.
നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടുന്ന അതേപോലെയാണ് ഞാനിന്നിവിടെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു കറികളൊന്നും ആവശ്യമില്ല. അത്രയും സ്വാദിഷ്ടമായ അടിപൊളി രുചിയാണ്. നമ്മുടെ കറി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ഞാനിപ്പോൾ ഇതൊരു ഡിഷിലേക്ക് പാർത്താണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ, സി യു, ടാറ്റാ.